പുറത്തു പോകാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ ഓൺലൈൻ വഴി വീട്ടിലിരുന്ന് എന്നാൽ ജെനുവിനായി ചെയ്യാവുന്ന ചില മാർഗങ്ങൾ അത് നമുക്ക് പണം നൽകുകയും ചെയ്യും. ഇതും കടന്നു പോകും. അപ്പോൾ ഇതൊക്കെ കടന്നു പോയാലും കൂടുതലായി വ്യത്യസ്ത വഴികളിലൂടെയുള്ള ഇൻകം ഉറപ്പായും നമുക്ക് ഭാവിയിലേക്ക് ഒരു കൈത്താങ് നൽകും. ഇതൊരിക്കലും നമുക്ക് പെട്ടെന്നൊന്നും പണം ഉണ്ടാക്കി തരില്ല. പക്ഷെ പതിയെ പതിയെ നമുക്കിത് ബിൽഡ് ചെയ്ത് അത് നല്ലൊരു ഇൻകം സോഴ്സായിട്ട് നിലനിർത്താം. ആമസോൺ കിൻഡിൽ നമ്മുടെ ഇ ബുക്കുകൾ പബ്ലിഷ് ചെയ്യാനുള്ളൊരു ഇടമാണിത്. 24 പേജ് മുതൽ എത്ര പേജ് വരെയും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്യാം. FBയിലൊക്കെ എഴുതുന്ന ശീലമുള്ളവർക്ക്, എഴുത്തൊരു ശീലവും പാഷനുമായ ആളുകൾക്ക് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പണം ഉണ്ടാക്കാം. എഴുതാൻ താല്പര്യമുണ്ട് എങ്കിൽ മാത്രം ഈ മാർഗം ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യ ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ആരും വായിക്കണമെന്നില്ല. അപ്പോൾ പിന്മാറാതെ അടുത്തടുത്ത ബുക്കുകൾ നമ്മൾ പബ്ലിഷ് ചെയ്യുക. ഇതിലേതെങ്കിലും ഒന്ന് ക്ലിക്കാവും. കൂടുതൽ പണം അതുവഴി നമുക്ക് നേടാനാകും. MS വേർഡിലോ ഗൂഗിൾ ഡോക്കിലോ ആദ്യം എഴുതുക. ആ എഴുതിയ കാര്യങ്ങൾ ആമസോൺ കിൻഡിലേക്ക് അപ്ലോഡ് ചെയ്യുക. നമ്മൾ എഴുതിയ ബുക്കിന് കവർ വേണമെങ്കിൽ അത് കിൻഡിലും ഓൾറെഡി ഉണ്ട്. എന്നാൽ അത് പോരാ, എനിക്ക് ഡിസൈൻ ചെയ്തത് വേറെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത ശേഷം അത് അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് പണം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. എന്നാൽ യൂട്യൂബ് നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇഷ്ടമുള്ള വിഷയത്തിലായിരിക്കണം ആരംഭിക്കേണ്ടത്. എങ്കിൽ മാത്രമേ, അത് നമ്മുടെ പാഷൻ ആണെങ്കിൽ മാത്രമേ നമുക്കത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയൂ. പൈസ എന്നതിനൊക്കെ അപ്പുറം നമ്മളൊരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ യൂട്യൂബ് ചാനൽ. നമ്മൾ തുടങ്ങുന്ന യൂട്യൂബ് ചാനൽ അത് ബിൽഡായി വരണമെങ്കിൽ വർഷങ്ങളെടുക്കും. അതുവരെയുള്ള ക്ഷമ നമുക്ക് ഏതായാലും ഉണ്ടാവണം. നമുക്ക് ഇഷ്ടമുള്ള വിഷയത്തിലാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെങ്കിൽ അത് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ള ഒരു മാർഗം കൂടിയാക്കിയിട്ട് മാറ്റാം. അടുത്തതായിട്ട് ബ്ലോഗിങ്. നമ്മൾ പല ചാനൽസിൻ്റെ വാർത്തകൾ, ഗോസിപ്പുകൾ അത് വായിക്കുന്ന രൂപത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുതന്നെയാണിത്. അങ്ങനെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള, യൂട്യൂബിലെ പോലെ നമുക്ക് ഇഷ്ടമുള്ളൊരു വിഷയം തിരഞ്ഞെടുക്കാം. അതിൽ കൂടുതലായിട്ട് എഴുതാം, എക്സ്പ്ലോർ ചെയ്യാം, പഠിക്കാം. അത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. യൂട്യൂബിലെ പോലെ തന്നെ അതിൽ ഷോ ആവുന്ന പരസ്യത്തിനനുസരിച്ച് നമുക്ക് പണം കിട്ടും. വേർഡ് ബ്ലോഗർ എന്നിവയിൽ നമുക്ക് ആരംഭിക്കാം. അതിനായി .com, .in തുടങ്ങിയ ഡൊമെയിൻ ആദ്യം വാങ്ങണം. അതുകൂടാതെ ഹോസ്റ്റിങ്ങും. അതിനായിട്ട് ചെറിയൊരു തുക മുൻകരുതൽ വേണം. ലോങ് ടേമിലേക്ക് നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള പല വഴികളിൽ ഒരു വഴിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്തതായി ക്ലൈൻറ്റ് ബിസിനസ്. നിങ്ങളുടെ സ്കില്ല് എന്താണോ അത് ഓൺലൈനിൽ ആവശ്യക്കാർക്ക് വേണ്ടി വിൽക്കുക. ഇതിനായി fiverr.com, freelancer.com എന്നീ വെബ്സൈറ്റുകളുണ്ട്. എന്തൊക്കെ നിങ്ങൾക്കറിയാമോ അതൊക്കെ അതിൽ വിൽക്കാം. ഡിസൈനിങ് മുതൽ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക വരെ ഇവിടെ നമുക്ക് വിൽക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ട ഹോംവർക്ക്, ആദ്യം നമുക്കൊരു സ്കില്ല് വേണം. അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അത് നമുക്ക് ക്ലയൻറ്റിന് വേണ്ടി വിൽക്കണം. ജെനുവിനായ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും വേണ്ടാത്ത ലോങ് ടേമിലേക്ക് പതിയെ പതിയെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാവുന്ന വരുമാന മാർഗങ്ങളാണിത്. പുലി പുറകോട്ട് വരുന്നത് 5 അടി മുൻപോട്ട് ചാടാനാണ് എന്ന പഴഞ്ചൊല്ലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് പുറകോട്ട് വന്ന സമയമാണ്. ഇത് നമുക്ക് അനുയോജ്യമായി യൂസ്ഫുള്ളായി ഉപയോഗിക്കാം. ഇസ്മി MKJayadev.